പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോയമ്പിൻ്റെ 27-ാം ദിവസം, ജീവിതത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈ വാക്യങ്ങളിൽ യേശു ക്രിസ്തു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിലൂടെ നമ്മെ ഒരു ഗൗരവമായ സത്യം വിളിച്ചു പറയുന്നു. ഇതിൽ നമുക്ക് കാണാം, ഒരു ഭൂ ഉടമ തൻ്റെ മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചു. ഫലം വാങ്ങാനായി തൻ്റെ ദാസന്മാരെ അയച്ചപ്പോൾ ആ കൃഷിക്കാർ ഈ ദാസന്മാരെ ഉപദ്രവിച്ചു. തൻ്റെ മകനെ അവർ മാനിക്കും എന്ന പ്രതീക്ഷയിൽ തൻ്റെ സ്വന്തം മകനെ ആ ഭൂ ഉടമ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ ആ കൃഷിക്കാർ ആ മകനെ കൊന്നുകളഞ്ഞു. ഈ ഉപമയിൽ നമുക്ക് കാണാം, ഭൂ ഉടമ ദൈവമായും മുന്തിരിത്തോട്ടം ലോകമായും കൃഷിക്കാർ നാം മനുഷ്യരായും ദാസന്മാർ പ്രവാചകന്മാരായും മകൻ യേശു ക്രിസ്തുവായി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഉപമയിൽ ഏറ്റവും അവസാനമായി യേശു നമ്മോടൊരു വാക്യം, പ്രധാനപ്പെട്ടൊരു വാക്യമാണ് നമ്മോട് പറയുന്നു. കെട്ടിടം പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. എന്താണ് ഈ മൂലക്കല്ല്? ഒരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മൂലക്കല്ല് എന്ന് പറയുന്നത്. ആ മൂലക്കല്ല് ശരിയായി നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തില്ലെങ്കിൽ ആ കെട്ടിടം താഴെ പോവും. നമ്മുടെ ജീവിതത്തിലും ഒരു മൂലക്കല്ല് ആവശ്യമാണ്. നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ ലോകത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഈ ലോകത്ത് നാം പതരാതെ, നാം തളരാതെ ജീവിക്കണമെങ്കിൽ നമുക്കൊരു അടിസ്ഥാനം വേണം. നമ്മുടെ ജീവിതത്തിലും ഒരു മൂലക്കല്ല് ആവശ്യമാണ്. യേശു ക്രിസ്തു ആയിരിക്കണം നമ്മുടെ മൂലക്കല്ല്. യേശുവിൽ നാം നമ്മുടെ ജീവിതം പണിയുമ്പോൾ അത് ഒരിക്കലും തകരാത്ത ജീവിതമായി മാറും. ഈ ലോകത്തിലെ യാതൊരു പ്രതിസന്ധിക്കോ യാതൊരു പ്രയാസങ്ങൾക്കോ തകർക്കാൻ പറ്റാത്തൊരു ജീവിതം. എന്നാൽ നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം തകർന്നു പോവുകയും ചെയ്യും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ അടിസ്ഥാനം എന്ന് നാം കരുതുന്നത് വ്യത്യാസമായ കാര്യങ്ങളാണ്. പണം, സമ്പത്ത്, വിദ്യാഭ്യാസം, അധികാരം എന്നിവയാണ്. എന്നാൽ ഇതൊന്നും സ്ഥിരമല്ല. ഇവയെല്ലാം അസ്ഥിരമാകുന്നു. ഒരു ദിവസം നാം കാണും ഇതെല്ലാം നമ്മുടെ അടുത്തുനിന്ന് മാഞ്ഞു പോകും. പക്ഷെങ്കിൽ മാഞ്ഞു പോകാത്തത് മാത്രമായിരിക്കും, അത് ദൈവത്തിൽ അടിയുറച്ച ജീവിതം മാത്രമായിരിക്കും. ഈ ഉപമ നമ്മളെ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്ന്, യേശുവിനെ സ്വീകരിക്കുക, അവനെ വിശ്വസിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായും ആക്കി മാറ്റുക യേശു ക്രിസ്തുവിനെ. 2, നല്ല ഫലം നൽകുക. നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, വിശ്വാസം, ന്യായം, നീതി ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടെ കാണാൻ സാധിക്കണം. 3, ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകും. മനുഷ്യൻ എത്ര തള്ളിക്കളഞ്ഞാലും ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി വിജയിക്കുകയും പൂർത്തിയാകുകയും ചെയ്യും. ഈ ഉപമയിൽ വേറൊരു പ്രധാനപ്പെട്ട പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ദൈവം നമുക്ക് തന്ന ജീവിതം, ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം നാം ശരിയായി ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ വിളി നാം കേൾക്കണം. ദൈവത്തിൻ്റെ വഴിയിൽ നാം നടക്കണം. ഇവിടെ നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം: എൻ്റെ ജീവിതത്തിൻ്റെ മൂലക്കല്ല് ആരാകുന്നു? അവസാനമായി വചനം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ ശരിയായ മൂലക്കല്ല് എന്നുള്ളത് യേശുക്രിസ്തുവാണ്. നമ്മുടെ ജീവിതം നാം യേശുക്രിസ്തുവിൽ അടിസ്ഥാനമാക്കി ജീവിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒന്നായി മാറും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവാം യേശുവിശു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ല് അങ്ങേയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വഴിയിൽ നടക്കാനും നല്ല ഫലങ്ങൾ നൽകാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. താങ്ക് യു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.